അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. മക്കളെ, ഇന്ന് പറയാം സങ്കടപ്പെട്ടൊരു കഥയാണ്. ഇന്നലെ നിങ്ങൾക്ക് എല്ലാവർക്കും അറിയുന്നതാണ്, 3 മണി 4 മണിക്ക് ശേഷം നമ്മളെ മങ്കട കുരങ്ങമ്മല എന്ന് പറഞ്ഞ സ്ഥലത്ത് സംഭവിച്ചത് നിങ്ങളെല്ലാവരും വാർത്തയിൽ കണ്ടിട്ടുണ്ടാവും. അപ്പോൾ അവർ നേരം പോക്കിന് വേണ്ടിയും കണ്ട് ആസ്വദിക്കാനും വേണ്ടിയിട്ട് പോയ മക്കളാണ് 7 എണ്ണം. എല്ലാം കുഞ്ഞു കുഞ്ഞു മക്കൾ. അപ്പോൾ ഇടിമിന്നൽ ഇന്നലെ ഇവിടെയും അതേമാതിരി ഞാൻ ലൈവ് തുടങ്ങുന്നതിൻ്റെ മുമ്പായിട്ട് ഇന്നലെ ലൈവ് ഇടാൻ പറ്റുമെന്ന് എനിക്ക് തോന്നിയല്ല, കാരണം അത്രയ്ക്ക് ഇടിയായിരുന്നു ഇവിടെ. ഞാൻ എല്ലാം ഓഫ് ചെയ്ത് വെച്ചു, കാരണം കറണ്ടിൻ്റേതായ എല്ലാ ഫ്രിഡ്ജും കറണ്ട് അടുപ്പും വൈഫൈയുടേതും എല്ലാം ഊരിട്ടു. കാരണം അത്രയ്ക്ക് നമ്മുടെ അടുത്ത് നിന്ന് മിന്നുന്ന മാതിരിയുള്ള മിന്നലാണ്, ഭൂമിയിൽ വന്നങ്ങോട്ട് തറയുന്ന മിന്നലാണ് ഇവിടെയൊക്കെ ഉണ്ടായിരുന്നത്. അപ്പോൾ ഇതിൻ്റെ ഒരു ചെറിയ ഇതാണല്ലോ ഇപ്പം ഇങ്ങോട്ടുണ്ടാകുക. അപ്പോൾ അവിടെ എത്രമാത്രം ഉണ്ടായിട്ടുണ്ട് എന്ന് നമുക്ക് മനസ്സിലാക്കാം. അതുകൊണ്ട് പൊന്നു മക്കളോട് പറയാനുള്ളത്, നിങ്ങൾ ഇങ്ങനത്തെ ഇടി മിന്നലുള്ള സമയത്തൊന്നും ഉയർന്ന സ്ഥലങ്ങളിൽ പോയി ഇരിക്കാതിരിക്കുക. കാരണം നമ്മളെ കുടുംബത്തിലൊക്കെ നിങ്ങളെ കുടുംബം അതെങ്ങനെ താങ്ങും എന്ന് എനിക്ക് മനസ്സിലാവില്ല. കാരണം നമ്മൾ കണ്ട നമുക്ക് തന്നെ എത്ര വേദനയുണ്ടെങ്കിൽ അത് സ്വന്തം കുടുംബം എത്രത്തോളം വേദനയുണ്ടാകും അവർക്ക് നമുക്കറിയാം. 10, 17, 18, 19, 20 വയസ്സായ മക്കൾ ഓരോ കൈ വളരുന്നുണ്ടോ കാല് വളരുന്നുണ്ടോ, എൻ്റെ മക്കൾ വളർന്നു കഴിഞ്ഞാൽ എൻ്റെ കഷ്ടപ്പാട് തീർന്നു എന്നും പറഞ്ഞിട്ട് മാതാപിതാക്കൾ വളർത്തിക്കൊടുന്ന മക്കളാണവർ. അവരിന്ന് അള്ളാഹുവേ അവർ ഖബറിലേക്ക് പോവുകയാണ്. റഹ്മാനായ റബ്ബേ, ആ പൊന്നുമക്കളും മരിച്ചു പോയവരും ഞങ്ങളും എല്ലാവരും അറിയാതെയും അറിഞ്ഞും ചെറുതും വലുതുമായ എല്ലാ തെറ്റുകളും റഹ്മാനായ റബ്ബേ ഞങ്ങൾക്ക് നീ പുറത്തു തരണേ റബ്ബേ. അവരുടെ ഖബറിടം വിശാലമാക്കി കൊടുക്കണേ അല്ലാ. ഇങ്ങനെ പ്രാർത്ഥിക്കാൻ മാത്രമേ നമുക്ക് ഈ അവസരത്തിൽ കഴിയുള്ളൂ. കാരണം അത്രയ്ക്ക് വേദനാജനകമാണ്. 3 ആൾക്കാർ രക്ഷപ്പെട്ടിട്ടുണ്ട്, ബാക്കി 4 പേര് ആ സ്ഥലത്ത് തന്നെ. അവരുടെ ചെരുപ്പൊക്കെ അങ്ങനെ കാണിക്കുന്നുണ്ട്. ഈ 5-6 ആൾക്കാരെ ചെരുപ്പ് ആ ഇരിക്കുന്നിടത്ത് കാണിക്കുന്നുണ്ട് വാർത്തയിൽ. അത് ഇന്ന് രാവിലത്തെ വാർത്തയിലാണ് ഞാൻ കണ്ടത്. പക്ഷേ അത് ഈ പറയണ മാതിരി ചങ്കടിപ്പോടല്ലാതെ നമുക്കത് കാണാൻ കഴിയില്ല. അത്രയ്ക്ക് വേദന തോന്നും. കാരണം എല്ലാ ചെരുപ്പും പുതിയ പുതിയ ചെരുപ്പുകളാണ്, നല്ല ചെരുപ്പുകൾ. അപ്പോൾ ആ മക്കളെയൊക്കെ നമ്മൾ മക്കളുടെ ഫോട്ടോകളൊക്കെ കണ്ടു. പക്ഷെ എന്നാലും അവർ ആ ചെരുപ്പുകളൊക്കെ കാണുമ്പോൾ ഇന്ന് ചെരുപ്പ് അവിടെ ഉണ്ട്, പക്ഷെ ആ ചെരുപ്പിടാൻ അവരില്ലല്ലോ. പൊന്നുമക്കളെ, ഇനിയുള്ള മക്കളെങ്കിലും മലയോരങ്ങളിൽ ദൂരഭാഗത്ത് ഇതേമാതിരി വ്യൂ പോയിൻറ്റിലൊക്കെ പോകുമ്പോൾ പൊന്നുമക്കൾ പോകാതിരിക്കുക. നിങ്ങളൊക്കെ പ്രദേശിച്ച് കുടുംബങ്ങൾ ഉണ്ട് എന്നുള്ള ചിന്ത വയ്ക്കുക. കാരണം എന്താ വെച്ചാൽ നമ്മൾ നേരം പോക്കിനും അതിനാണ്. പക്ഷേ ഇതുവരെ അവിടെ ഒരു അപകടവും നടന്നിട്ടില്ല എന്നാണ് അവിടെ കൂടിയിരുന്ന എല്ലാവരും പറയുന്നുണ്ട്. അതിൻ്റെ അപ്പുറത്തേക്കൊരു ഫാമുണ്ട്. ആ ഫാമിൻ്റെ മുകളിൽ പോയാൽ ഇതിനേക്കാൾ കൂടുതലായിട്ടുള്ള വ്യൂ കാണാം. പക്ഷെ അവിടേക്ക് പോലീസുകാർ അനുമതി കൊടുത്തിട്ടില്ല, പോകരുത് എന്നാണ് പറയാറുള്ളത് എന്ന് പറയാം. പക്ഷെ അവിടെ അധികം ആൾക്കാർ പോക്കില്ല. ഈ ഒരു സ്ഥലത്താണ് കൂടുതൽ ആൾക്കാർ പോക്കുക എന്നാണ് പറയുന്നത്. അത് അവിടെ പരിസരത്തുള്ളവർ മാത്രമാണ്, ദൂരം അത്രയൊന്നും ആൾക്കാർ വരില്ല. ആ പരിസരവാസികൾ തന്നെയാണ് അവിടെ പോയി നേരം പോക്കിന് ഇരിക്കുന്നത്. നമ്മൾ പറയണ മാതിരി ഒരു ഒഴിഞ്ഞ, ഇപ്പം നമ്മളിവിടെയൊക്കെ ഉണ്ട് അതേമാതിരി ഒഴിഞ്ഞ ഗ്രൗണ്ട് ഉണ്ട്, ഒഴിഞ്ഞ സ്ഥലങ്ങളുണ്ട്. അവിടെയൊക്കെ ഈ ചെറുപ്പക്കാർ കൂടുമ്പോൾ സ്കൂൾ വെക്കേഷനൊക്കെ ആകുമ്പോൾ അവർ പോയിരുന്ന് സംസാരിക്കും. അവരെ തമാശകളും അവരെ പാട്ടുകളും അവരിതും ആസ്വദിക്കാൻ വേണ്ടി പോയിരിക്കും. പിന്നെ പൊന്നുമക്കൾ ഈ മഴക്കാലത്ത് ഇങ്ങനത്തെ ഉള്ള സ്ഥലങ്ങളിലൊന്നും, മഴക്കാലത്തല്ല ഇടിമിന്നലുള്ള സമയത്ത് അതേമാതിരി ഒരുപാട് മക്കൾ ഫോറസ്റ്റുകളിലൂടെയൊക്കെ പോയിട്ട് തിരിച്ച് വരാൻ വഴിയറിയാതെ കുടുങ്ങിയിട്ടുണ്ട്. അങ്ങനെയൊന്നും മക്കൾ പോവല്ലേ. നമുക്കറിയാവുന്ന സ്ഥലങ്ങളാണെങ്കിൽ പോലും ഇപ്പോഴത്തെ കാലഘട്ടം വെച്ച്, കാരണം എവിടെയും അപകടമാണ് നമുക്ക്. അതുപോലെ അതൊക്കെ ശ്രദ്ധിച്ചുകൊണ്ട് പൊന്നു മക്കൾ പോകണേ. എനിക്കത് കണ്ടിട്ടുള്ള സങ്കടം കൊണ്ട് ഞാൻ പറയുകയാണ്. കാരണം ആ മാതാപിതാക്കളുടെ ആ കുടുംബത്തിൻ്റെയൊക്കെ ഒരു വേദന, 4 മയ്യത്ത് ഒരേ സമയത്ത് ഒരേ സ്ഥലത്ത് ഒരേ നാട്ടിൽ നിന്ന് എടുക്കേണ്ടി വരിക, എന്താണ് ആരും ഒരു കാരണവുമില്ല ഇടിമിന്നലേറ്റിട്ട്. അപ്പോൾ അത് കണ്ടിട്ടുള്ള സങ്കടം കൊണ്ടാണ് ഞാൻ അങ്ങനെ ഒരു വീഡിയോ ചെയ്ത് കേട്ടോ. എനിക്ക് വല്ലാത്ത വിഷമം തോന്നി. ഇന്നലെ ലൈവ് ഇടാൻ തന്നെ വഴിക്ക് ഞാൻ അവരെ വാർത്തകൾ കണ്ടിട്ട് എന്താ പറയേണ്ടതെന്ന് അറിയില്ല. പൊന്നുമക്കൾ, ഇനിയുള്ള മക്കളെങ്കിലും ഇങ്ങനെയില്ല ഈ ഇടിയും മഴയുള്ള സമയത്തൊക്കെ ഇങ്ങനെയുള്ള വ്യൂ പോയിൻറ്റുകളിലൊക്കെ പോവാതിരിക്കുക.
അല്ലാത്ത സമയങ്ങളിൽ നമുക്ക് പോകാമല്ലോ, അല്ലാത്ത സമയങ്ങളിൽ പോവുക. നിങ്ങളെ പ്രതീക്ഷിച്ച് നിങ്ങളെ മാതാപിതാക്കളും കുടുംബങ്ങളും കൂട്ടുകാരും ഉണ്ടെന്നുള്ള ചിന്ത നിങ്ങൾ വയ്ക്കുക. അതായത് എവിടെ പോയാലും നമുക്ക് വരാനുള്ളത് നമുക്ക് വരും, അതൊരു സത്യം തന്നെയാണ്. മരണം എന്നുള്ളത് അള്ളാഹു നമുക്ക് ജനിക്കുമ്പോൾ തന്നെ തന്നിട്ടില്ല, ഇന്ന സമയത്ത് നിൻ്റെ മരണം ഇന്ന രൂപത്തിൽ, അത് തട്ടി മാറ്റാൻ കഴിയില്ല. പക്ഷേ എങ്കിലും നമ്മളെക്കൊണ്ട് പറ്റാവുന്നത്ര നമ്മൾ സൂക്ഷിക്കുക. ഏതായാലും അടുത്തൊരു വീഡിയോസുമായിട്ട് വരാം. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.